മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി ആക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വേണ്ടിവന്നാൽ മലപ്പുറം ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പ്രതികരിച്ചു. വിഷയം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രിയും ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക തിരിച്ചറിഞ്ഞാണ് സർക്കാരിന്റെ പരിഹാര നടപടി. വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ വി അബ്ദുറഹിമാന് നൽകിയ ഉറപ്പ്. വേണ്ടിവന്നാൽ മലപ്പുറം ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. +1 ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ അഡ്മിഷൻ പൂർത്തിയാകുമ്പോൾ ഏകദേശ ധാരണയിൽ സീറ്റുകൾ ആവശ്യത്തിനുണ്ടാവുമെന്നാണ് നമുക്കറിയാൻ കഴിയും. വേണ്ടി വന്നാൽ നമ്മുടെ സർക്കാർ ഹൈസ്കൂളുകൾ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അലോട്ട്മെന്റുകൾക്ക് ശേഷം കേരളത്തിൽ മൊത്തം ഒഴിവ് വരുന്ന സീറ്റുകൾ നോക്കിയാവും സർക്കാർ നടപടി. എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കുന്നതിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടെന്നാണ് അധ്യാപക സംഘടനകൾ പറയുന്നത്. മലബാറിൽ +1 സീറ്റ് ക്ഷാമമില്ലെന്ന് ആദ്യഘട്ടം മുതൽ ആവർത്തിച്ചിരുന്ന സംസ്ഥാന സർക്കാർ ഏറ്റവും ഒടുവിലാണിപ്പോൾ വിദ്യാർത്ഥികളുടെ ആശങ്ക തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തുകൊണ്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക തിരിച്ചറിയാൻ സംസ്ഥാന സർക്കാർ ഇത്രയധികം വൈകിയെന്ന ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. അതോടൊപ്പം ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറിയിലേക്ക് മാറ്റുക എന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ സംസ്ഥാന സർക്കാർ എങ്ങനെ മറികടക്കുമെന്നതും കാണേണ്ടതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ, തിരൂർ.